നമസ്കാരം. അപകടം, മുന്നറിയിപ്പ്, ജാഗ്രത എന്നിവയെക്കുറിച്ചുള്ള സേഫ്റ്റി സൈനുകൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. സേഫ്റ്റി സിംബലുകളെക്കുറിച്ചും പേഴ്സണൽ സേഫ്റ്റി മാർഗങ്ങളെക്കുറിച്ചും അറിയേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്ക് ഈ സെഷനോടെ ആരംഭിക്കാം. ഇനി നമുക്ക് ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ബേസിക് സേഫ്റ്റി ചിഹ്നങ്ങളും അതിൻ്റെ വിഭാഗങ്ങളും പ്രസ്താവിക്കൽ, പേഴ്സണൽ സേഫ്റ്റി മാർഗങ്ങൾ പ്രസ്താവിക്കൽ. ഇനി നമുക്ക് പ്രധാന 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന സേഫ്റ്റി ചിഹ്നങ്ങൾ പഠിക്കാം. അവ പ്രോഹിബിഷൻ ചിഹ്നങ്ങൾ, മാൻഡേറ്ററി ചിഹ്നങ്ങൾ, വാർണിംഗ് ചിഹ്നങ്ങൾ, ഇൻഫർമേഷൻ ചിഹ്നങ്ങൾ. താഴെ പറയുന്ന നിറങ്ങളെ അടിസ്ഥാനമാക്കി ഇവ തിരിച്ചറിയാം. റെഡ്, യെല്ലോ ഓർ ആംബർ, ബ്ലൂ, ഗ്രീൻ. ഇനി ഇവ ഓരോന്നും വിശദമായി പഠിക്കാം. ചുവപ്പ് പ്രോഹിബിഷൻ ചിഹ്നം, ഡേഞ്ചറസ് ബിഹേവിയർ, സ്റ്റോപ്പ്, ഷട്ട് ഡൗൺ, ഇവാക്യുവേറ്റ്, ഫയർ സേഫ്റ്റി. ബ്ലൂ മാൻഡേറ്ററി സൈൻ, സ്പെസിഫിക് ബിഹേവിയർ അഥവാ ആക്ഷൻ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിക്കുക. യെല്ലോ ഓർ ആംബർ വാർണിംഗ് സൈൻ, കെയർഫുൾ ആയിരിക്കുക, പ്രിക്കോഷൻസ് എടുക്കുക, എക്സാമിൻ. ഗ്രീൻ എമർജൻസി രക്ഷപ്പെടൽ അഥവാ ഫസ്റ്റ് എയ്ഡ് സൈൻ, ഡോർസ്, എക്സിറ്റുകൾ, എസ്കേപ്പ് റൂട്ടുകൾ, എക്യുപ്മെൻറ്റും സൗകര്യങ്ങളും. ഇനി നമുക്ക് പ്രോഹിബിഷൻ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. പ്രോഹിബിഷൻ ചിഹ്നങ്ങൾ ജോലി സ്ഥലത്ത് അനുവാദമില്ലാത്ത ഒരു പ്രവർത്തനത്തെയോ പെരുമാറ്റത്തെയോ സൂചിപ്പിക്കുന്നു. ചിഹ്നങ്ങൾ ആക്ഷനിൻ്റെ ഒരു ബ്ലാക്ക് ഐക്കണ് മുകളിൽ ചുവന്ന സ്ലാഷുള്ള ചുവന്ന വൃത്തത്തിലാണ് കാണിക്കുന്നത്, വെളുത്ത പശ്ചാത്തലത്തിലെ കറുത്ത അക്ഷരങ്ങളും. ഇനി നമുക്ക് മാൻഡേറ്ററി ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. മാൻഡേറ്ററി ചിഹ്നങ്ങൾ നടപ്പിലാക്കേണ്ട നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ഐക്കണുകൾ ഒരു നീല വൃത്തത്തിനു മുകളിൽ വെള്ളയിലാണ്, അക്ഷരങ്ങൾ വെളുത്ത പശ്ചാത്തലത്തിൽ കറുപ്പുമാണ്. അടുത്തതായി നമുക്ക് വാർണിംഗ് ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. വാർണിംഗ് ചിഹ്നങ്ങൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള അപകടങ്ങളെക്കുറിച്ചോ അവസ്ഥകളെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സേഫ്റ്റി ചിഹ്നങ്ങളിൽ ഒരു കറുത്ത ത്രികോണവും മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങൾ അടങ്ങിയ ഐക്കണും ഉൾക്കൊള്ളുന്നു. അടുത്തത് നമുക്ക് എമർജൻസി ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. എമർജൻസി ഫെസിലിറ്റികൾക്കായുള്ള സ്ഥലമോ ദിശകളോ സൂചിപ്പിക്കുന്ന പൊതുവായ ഇൻഫർമേഷൻ ചിഹ്നങ്ങളാണ് എമർജൻസി ചിഹ്നങ്ങൾ. ഈ ചിഹ്നങ്ങൾ പച്ച പശ്ചാത്തലത്തിൽ വെളുത്ത ചിഹ്നമോ വാചകങ്ങളോ അവതരിപ്പിക്കുന്നു. അടുത്തതായി ഇൻഫർമേഷൻ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഈ ചിഹ്നങ്ങൾ പൊതുവായ സ്വഭാവമുള്ള വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്നു. ഇവ നീല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെളുത്ത ഐക്കൺ ഉപയോഗിച്ച് കറുത്ത എഴുത്തിൽ കാണിക്കുന്നു. അടുത്തതായി നമുക്ക് ഫയർ സേഫ്റ്റി ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഫയർ സേഫ്റ്റി ചിഹ്നങ്ങൾ ഫയർ അലാമുകളുടെയും ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റുകളുടെയും സ്ഥാനം അറിയിക്കുന്നു. അവയിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് സിംബലുകളോ എഴുത്തോ ആണ് ഉള്ളത്. റീക്യാപ്പ്: നമ്മൾ പഠിച്ചത് ബേസിക് സേഫ്റ്റി ചിഹ്നങ്ങളും അതിൻ്റെ വിഭാഗങ്ങളും പ്രസ്താവിക്കുക, പേഴ്സണൽ സേഫ്റ്റി മാർഗങ്ങൾ പ്രസ്താവിക്കുക. അങ്ങനെ ഇത്രയുമാണ് അപകടം, മുന്നറിയിപ്പ്, ജാഗ്രത എന്നിവയ്ക്കുള്ള സേഫ്റ്റി സൈനുകൾ എന്ന സെഷനിലുള്ളത്. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.